അയത്തുള്ള ഖമേനിയുടെ മരണശേഷവും സർവ്വശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കുകയാണ് ഇറാൻ. മിഡിൽ ഈസ്റ്റിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ ശക്തമാക്കിയിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള സൈറണുകൾ മുഴങ്ങുന്നുണ്ട്. ടെൽ-അവീവിലെ അതായത് ഇസ്രയേലിൻ്റെ നഗര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടും ഇറാന്റെ സൈനിക നീക്കം ആരംഭിച്ചു. പലയിടത്തും ജനവാസ മേഖലയിൽ ഡ്രോണുകളും മിസൈലുകളും പതിച്ചു. പാം ജുമേറയിലും സ്ഫോടനമുണ്ടായി. У нас тут просто в небе какой-то что-то сгорело, смотри. Там, по-моему, какой-то огонь. പശ്ചിമേഷ്യയിലെ അതിസങ്കീർണമായ ഈ സാഹചര്യങ്ങൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ സാഹചര്യമുണ്ടാക്കും. കാരണം സാമ്പത്തിക ക്രമത്തിലും ഒപ്പം തന്നെ നിലവിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലും അടക്കം വലിയ തരത്തിലുള്ള ഉലച്ചിലുകൾക്കും അത് കാരണമാണ്. കൊച്ചു കേരളത്തിലെ പോലും ജനജീവിതത്തെ എത്ര കണ്ട് സ്വാധീനിക്കുമെന്ന് നമ്മൾ നേരത്തെ നമ്മുടെ വിമാനത്താവളങ്ങളിലെ സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തമാക്കപ്പെട്ടതാണ്. ഇതിനുമപ്പുറം വ്യാപ്തിയുള്ളതായി ഈ യുദ്ധം മാറാനുള്ള സാധ്യത നിരവധിയാണ്. സാമ്പത്തിക ക്രമത്തെ മാറ്റിമറിക്കുന്നത് പല രീതിയിലാണ്. ഒന്ന്, എണ്ണയുടെ കടത്ത് വലിയ രീതിയിൽ ബാധിക്കുന്നതിനാൽ തന്നെ എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ടാവും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയരുന്നത് സ്വാഭാവികമായും വലിയ തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടാക്കുകയും ചെയ്യും. ഇതിന് കാരണമാക്കുന്നതാട്ടെ പുതിയൊരു സാഹചര്യങ്ങൾ കൂടിയാണ്. അതായത് ഹോർമുസ് കടലെടുക്കുന്ന തന്ത്രപ്രധാനമായ ഒരു ഇടത്തിൻ്റെ നിയന്ത്രണം സാധാരണ രീതിയിൽ ഇറാന്റെ കൈവശമാണ്. ഇറാൻ അതുവഴി ഒരു കപ്പലുകളെയും കടത്തിവിടില്ല എന്ന് നിലപാടെടുത്തിട്ടുണ്ട്. അതായത് രാജ്യത്തെ എണ്ണ ഉൽപ്പാദകരായ ഗൾഫ് രാജ്യങ്ങൾ മറ്റ് ലോകരാജ്യങ്ങൾക്ക് എണ്ണ കൈമാറുന്നത് ഈ കടലിടുക്ക് വഴിയാണ്. ഹോർമുസ് കടലെടുക്കുന്ന തന്ത്രപ്രധാനമായ ഇടം, അതുണ്ടാക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാക്കുന്ന പുതിയൊരു പ്രതിസന്ധി. അതായത് ഇപ്പോൾ അയത്തുള്ള ഖമേനിയുടെ വധത്തിന് ശേഷവും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാക്കുന്നതാണ് ഇതാണ്. എന്താണ് ഈ ഹോർമുസ് കടലിടുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാൻ വഴി അറേബ്യൻ സീയുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തിലെ വലിയൊരു വിഹിതം ക്രൂഡ് ഓയിൽ ഈ വഴി കടന്നു പോകുന്നു എന്ന പ്രത്യേകതയുണ്ട്. മധ്യപൂർവേഷ്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട കടലിടുക്കാണ് ഇതെന്ന് പ്രത്യേകതയുണ്ട്. ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട വിഹിതം, അതായത് 25% എണ്ണ നീക്കം നടക്കുന്നതും ഇതുവഴിയാണ്. ലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ഇതുവഴി കടന്നു പോകുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ ചോക്ക് പോയിന്റ്, അങ്ങനെയാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. ഒരു കടലിൻ്റെ കവാടം പോലെയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കൂടുതൽ ലോകരാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്ന വഴി. ഏകദേശം 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഇടുങ്ങിയ ഒരു കടൽപാതയാണ് ഇത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. എങ്ങനെ ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ ഇപ്പോഴത്തെ ഇറാൻ്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നോക്കാം. ഒരുപക്ഷെ അത് എണ്ണവില കുതിച്ചു കയറുന്നതിന് ഇടയാക്കാം. ലോകത്തെ ബാധിക്കുന്ന ഈ ക്രൂഡ് ഓയിലിൻ്റെ ഏകദേശം 20% വരെ നീക്കം ഈ കടലിടുക്കിലിടെയാണ് കടന്നു പോകുന്നത്. ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരാം. പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കും. ഗതാഗത ചെലവ് കൂടും. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒപ്പം സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി പ്രധാനമായും ഇതുവഴി തന്നെയാണ്. അതുകൊണ്ട് ആ രാജ്യങ്ങളുടെ
സമ്പദ് വ്യവസ്ഥയും ഇത് ബാധിക്കുമെന്നതാണ് അവസ്ഥ. അതായത് ഈ കടലിടുക്ക് വഴി ഇനി മുതൽ ഈ യുദ്ധ സാഹചര്യത്തിൽ മറ്റ് കപ്പലുകളൊന്നും കടത്തിവിടില്ല എന്ന് ഇറാൻ നിലപാടെടുത്തതോടെ അത് പുതിയ ഒരു സൈനിക നീക്കത്തിന് കൂടി ഇടയാക്കും. ആ ദൃശ്യങ്ങളിലേക്ക് നോക്കുക. ആ കടലിടുക്കിൻ്റെ പ്രത്യേകതയും അതിൻ്റെ സങ്കീർണതയും, ആ ഭൂമിശാസ്ത്രപരമായ സങ്കീർണതകൾ തന്നെയാണ് ഇറാൻ ഇപ്പോൾ ആയുധമാക്കാൻ ഒരുങ്ങുന്നത്. അജയ് സുധാബിജു നമുക്കൊപ്പമുണ്ട്. അജയ്, ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ ഒരു തുറുപ്പ് ചീട്ടായി ഇറാൻ അവതരിപ്പിക്കുകയാണ്. നേരത്തെ തന്നെ അതിമുതൽ കപ്പലുകളൊന്നും കടത്തിവിടില്ല എന്ന വാദം അവർ ഉയർത്തിയിട്ടുണ്ട്. എത്ര കണ്ട് തന്ത്രപ്രധാനമാണ് ആ നീക്കം? ഈ അയത്തുള്ള ഖമേനിയുടെ വധത്തിന് ശേഷം ഇനിയും അത്തരമൊരു നിയന്ത്രണത്തിനും നീക്കത്തിനും ഇറാൻ തയ്യാറാകുമെന്ന് കരുതുന്നുണ്ടോ? എന്താണിപ്പോൾ അവിടുത്തെ സാഹചര്യം? സജിത്ത്, സംഘർഷങ്ങൾ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് വേണമെങ്കിൽ ഹോർമുസ് കടലിടുക്ക് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ഇതുവഴിയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു വാർണിംഗ് തന്നെയാണ് ഇറാൻ ആദ്യഘട്ടത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി അവർ ആദ്യം ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് റഷ്യയുമായും ചൈനയുമായും കൈകോർത്തുകൊണ്ട് ഒരു സൈനിക അഭ്യാസം ഈ മേഖലയിൽ നടത്തുകയായിരുന്നു ഉണ്ടായത്. ആ സമയത്ത് ഇവരുടെയുള്ള ഒരു ഗതാഗതം, ഇവിടെയുള്ള ചരക്ക് ഗതാഗതം അവർ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. അതായത് അമേരിക്കയ്ക്ക് ചെറിയൊരു ടീസർ കാണിച്ചു കൊടുക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടീസർ അമേരിക്കയ്ക്ക് ഇതുവഴി അവർ വ്യക്തമാക്കി കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഈ ഒരു ഹോർമുസ് കടലിടുക്കിൻ്റെ പ്രത്യേകത തന്നെ ഇത് വളരെ ഒരു ചെറിയ മുനമ്പാണെങ്കിലും ലോകത്തിലുള്ള കപ്പൽ ഗതാഗതത്തിൻ്റെ വലിയൊരു ഭൂരിപക്ഷവും നടക്കുന്നത് ഇവിടങ്ങളിൽ തന്നെയാണ്. ഈ ആക്രമണം ഇന്നലെ തുടങ്ങിയ ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് 4 എണ്ണ കമ്പനികൾ ഇതുവഴിയുള്ള ഗതാഗതം, ഇതുവഴിയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായിട്ട് നിരോധിച്ചു എന്ന് പറയുന്ന വാർത്തയാണ്. പിന്നീട് കൂടുതൽ എണ്ണ കമ്പനികൾ ഇതുവഴി ചരക്ക് ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നു. പിന്നീട് ഇതുവഴി യാതൊരു തരത്തിലുള്ള ഒരു ഷിപ്പിങ്ങും അനുവദിക്കില്ല എന്നുള്ള തരത്തിൽ ഇവിടെ പൂർണ്ണമായിട്ടും അടയ്ക്കുന്ന സ്ഥിതിഗതികളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഈ ഒരു മുനമ്പിലേക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇറാനാണ് ഇതിൻ്റെ വടക്ക് ഭാഗത്തുള്ളത്. തെക്ക് ഭാഗത്ത് ഒമാൻ, UAE തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളാണ്. പ്രധാനമായിട്ടും ഇതുവഴി വ്യാപാരം നടത്തുന്നത് ഇറാൻ, ഒമാൻ, പിന്നെ UAE, ഖത്തർ, അതുപോലെ തന്നെ കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് ഇതുവഴി ഒരു കപ്പൽ ഗതാഗതം നടത്തുന്നതിൽ ഭൂരിഭാഗവും വരുന്നത്. ലോകത്തിലെ തന്നെ എണ്ണ വ്യാപാരത്തിൻ്റെ 20 മുതൽ 25% വരെ ഇതുവഴിയാണ് നടക്കുന്നത്. ഇവിടത്തെ ഒരു ബ്ലോക്കേജ് ഉണ്ടായാൽ അത് ലോകത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എണ്ണ വിലയിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടുത്തെ ഒരു കപ്പൽ ഗതാഗതത്തിൻ്റെ, ഇവിടുത്തെ ഒരു ഷിപ്പിംഗ് ട്രാഫിക്കിൻ്റെ ഒരു ചിത്രമാണ്. അതായത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതുവഴി ഇത്രയധികം കപ്പലുകൾ ഈ ഒരു ചെറിയ മുനമ്പ് വഴി നീങ്ങുന്നുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ. അപ്പോൾ ഇത്ര വലിയ ഒരു ട്രാഫിക്കുള്ളൊരു മേഖലയാണ് ഈ യുദ്ധം കാരണം ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യ ഉൾപ്പെടെ ആശങ്കയോടെ കാണേണ്ട ഒരു ഘടകമാണ്. ഇന്ത്യക്ക് ഉൾപ്പെടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന കാര്യമാണ്. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇൻഫ്ലേഷൻ കാരണം മറ്റ് പല സാമഗ്രികൾക്കും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒരിക്കലും ഇറാനെ മാത്രം പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമല്ല, മറ്റ് ലോകരാജ്യങ്ങളെ അടക്കം ഇന്ത്യ, അതുപോലെ തന്നെ US ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ്. ഇതുവഴിയുള്ള ഇപ്പോൾ ഒരു എണ്ണ ഗതാഗതം നിലയ്ക്കുകയാണെങ്കിൽ അത് US ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ട്രൂത്ത് സോഷ്യൽ വഴിയുള്ള ഒരു പോസ്റ്റും കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് നേരത്തെ കുറച്ച് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇറാൻ ഈ മിഡിൽ ഈസ്റ്റിലുള്ള 27 അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും 27 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള ആക്രമണം ഇറാൻ നടത്തിയതായിട്ട് ഇപ്പോൾ നേരത്തെ വിവരങ്ങൾ വന്നിരുന്നു. ഇറാൻ്റെ 6th വേവ് ഓഫ് അറ്റാക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന് പിന്നാലെ, ഈ വാർത്ത വന്നതിന് പിന്നാലെയാണ് ട്രംപ് ഒരു പോസ്റ്റ് ഇടുന്നത്. അതായത് ഇറാൻ മുൻപില്ലാത്ത വിധം ശക്തമായിട്ടുള്ള ആക്രമണം അവർ നടത്തി തുടങ്ങിയിരിക്കുന്നു. ഇത്തരമൊരു ആക്രമണം അവർ തുടരുകയാണെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരും എന്നതാണ് ട്രംപിൻ്റെ ഈ പോസ്റ്റ്. ഇറാൻ ജസ്റ്റ് സ്റ്റാർട്ടഡ് ദാറ്റ് ദേ ആർ ഗോയിങ് ടു ഹിറ്റ് വെരി ഹാർഡ് ടുഡേ, ഹാർഡർ ദാൻ ദേ ഹാവ് എവർ ബീൻ ഹിറ്റ് ബിഫോർ. അതായത് മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമായിട്ട് അവർ തിരിച്ചടിക്കുന്നു എന്നുള്ള രീതിയിൽ
ട്രംപ് തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഒരു അലയൊലികൾ നമുക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. മിഡിൽ ഈസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ദുബായിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. പലയിടങ്ങളിലായി 3 സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ദോഹയിൽ സ്ഫോടന ശബ്ദങ്ങൾ ഇപ്പോൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. 11 സ്ഫോടന ശബ്ദങ്ങളാണ് ദോഹയിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുവൈറ്റിൽ നിരന്തരമായി സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലെയും സാഹചര്യം മോശമാണ്. ഇസ്രായേലിലും ഇപ്പോൾ സൈറനുകൾ മുഴങ്ങി. അതുമാത്രമല്ല, ഇസ്രായേൽ മിലിറ്ററി അവിടെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് ജനങ്ങളൊന്നും തന്നെ തങ്ങളുടെ ഭവനങ്ങൾക്ക് സമീപം ഈ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുള്ള സ്ഥലങ്ങളുടെ ചിത്രങ്ങളോ വീഡിയോകളോ അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള മറ്റ് വിവരങ്ങളൊന്നും തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ അല്ലാതെയോ ഷെയർ ചെയ്യരുതെന്ന് അവിടെ പൗരന്മാർക്ക് കർശന നിർദ്ദേശം അവിടെ മിലിറ്ററി കൊടുത്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ സ്ഥലങ്ങളാണ് ആക്രമണങ്ങൾക്ക് വിധേയമായതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇറാൻ അത് കൂടുതൽ വിവരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നൊരു പ്രത്യേക ഒരു മുൻകരുതൽ കൂടിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ബേസിക് വിവരങ്ങൾ വെച്ചിട്ട് ഇസ്രായേലിൻ്റെ ഒരു ടെൽ ഓഫ് എന്ന് പറയുന്ന ഒരു എയർബേസ് അത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാക്കിരയിലുള്ള ഈ ഇസ്രായേൽ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ ആക്രമണം നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ടെല്ലവീവിലും പല ഭാഗത്തും ഈ മിസൈൽ വർഷം നടന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. എന്നാലും ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഒരു സ്ത്രീയുടെ മാത്രം മരണമാണ്. അതുമാത്രമല്ല, ഏതാണ്ട് ഒരു 200ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളുമുണ്ട്. അല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ അവർ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. UAE-യിൽ നിന്ന് വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് അവർ ഇന്റർസെപ്റ്റ് ചെയ്ത ഈ ഇറാനിയൻ മിസൈലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 137 137 മിസൈലുകൾ ഇതിനോടകം UAE നിർവീര്യമാക്കി. അതുപോലെ തന്നെ 209 ഡ്രോണുകളും UAE-ക്ക് നേരെ പാഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇവയും നിർവീര്യമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു കടുത്ത സാഹചര്യം തന്നെയാണ് മേഖലയിൽ പല ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത്. ദുബായ് വിമാനത്താവളത്തിൻ്റെ കാര്യമാണ് മറ്റൊന്ന് എടുത്തു സൂചിപ്പിക്കേണ്ടത്. ഇവിടെ ഇതുവഴിയുള്ള ഒരു വിമാന ഗതാഗതം അതൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. ഇവിടെ ആക്രമണം നടന്നതിന് ശേഷം ദിവസവും 1000 വിമാനങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന അത്രയധികം തിരക്കേറിയ ഒരു വിമാനത്താവളമായിരുന്നു ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നതിന് ശേഷം ഇതുവഴിയുള്ള പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഇത് ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എയർ സർവീസുകളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, എയർ ഇന്ത്യ കുറച്ചു മുൻപേ ഔദ്യോഗികമായി തന്നെ അവർ പുറത്തുവിട്ടിട്ടുള്ള ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് മാത്രമല്ല യൂറോപ്പിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസുകളും താൽക്കാലികമായി ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നിർത്തിവെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി കുറച്ച് ഈ സാഹചര്യങ്ങൾ ഒന്ന് ശാന്തമായി അല്ലെങ്കിൽ സ്ഥിതിഗതികൾ ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും യൂറോപ്പിലേക്ക് അടക്കമുള്ള സർവീസുകൾ എയർ ഇന്ത്യ പുനഃസ്ഥാപിക്കുക. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ മേഖലയിലെ സംഘർഷം അത് തീർച്ചയായിട്ടും നിർണായകമായ ഒരു വളരെ ആശങ്കാജനകമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കാണ് മിഡിൽ ഈസ്റ്റിനെയും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. അജയ്, ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ പ്രത്യേകത കൂടിയാണ്. ഈ ഭൂമിശാസ്ത്രപരമായി ഒരു അറേബ്യൻ സീയുടെ ഒരു ഭാഗം ഈ അവിടുത്തെ ഗൾഫ് മേഖലയിലേക്ക് കടന്നു നിൽക്കുന്നു. അതുവഴിയാണ് ചരക്ക് നീക്കം അവിടുത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേക കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.